കഴിഞ്ഞ ദിവസം ലോക മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഒരു റിപ്പോർട്ട് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് കാരണമാവുകയാണ്. എന്താണ് റിപ്പോർട്ട്? അതായത് പാകിസ്ഥാൻ രഹസ്യമായി ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നുണ്ട് എന്നാണ് അമേരിക്കയുടെ നിലവിലത്തെ വിടുവായൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ലോകം മുഴുവനുള്ള രാജ്യങ്ങൾ, ലോകശക്തികൾ ആണവ പരീക്ഷണം നടത്തുകയാണ്. ചൈന പരീക്ഷിക്കുന്നു, റഷ്യ പരീക്ഷിക്കുന്നു, നോർത്ത് കൊറിയ പരീക്ഷിക്കുന്നു. പോരാത്തതിന് ഇന്ത്യ ആണെങ്കിൽ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിക്കാനുള്ള ആ ഒരു സാഹചര്യങ്ങളിലേക്ക് കടക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്കും എന്തുകൊണ്ടാണ് ആണവ പരീക്ഷണം നടത്തിക്കൂടാ എന്നുള്ള ചോദ്യത്തിന് ശേഷമാണ് ട്രംപ് തങ്ങൾ നിർമ്മിച്ച കരാർ ലംഘിച്ച് ഇപ്പോൾ ആണവ പരീക്ഷണം നടത്താൻ ഉദ്യോഗസ്ഥർക്ക് അനുമതി കൊടുത്തിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ പാകിസ്ഥാനും രഹസ്യമായി ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നൊരു വാക്ക് ട്രംപിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. പോരാത്തതിന് ആണവ പരീക്ഷണങ്ങൾ സജീവമായി നടത്തുന്ന രാജ്യങ്ങളിൽ പാകിസ്ഥാനും ഉൾപ്പെടുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് ഒരു അഭിമുഖത്തിൽ അവകാശപ്പെട്ടതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. റഷ്യ, ചൈന, ഉത്തര കൊറിയ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ നിരന്തരം ആണവായുധ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്നും അതേസമയം US ഇപ്പോഴും ഒരു ദിശയിൽ സംയമനം പാലിക്കുകയാണ്. മത്സരത്തിൽ പിന്നോട്ട് പോകാതിരിക്കാൻ ഇപ്പോൾ അമേരിക്കയും ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കേണ്ടതുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപിൻ്റെ അവകാശവാദം ദക്ഷിണേഷ്യയിലെ ആണവ സന്തുലിതാവസ്ഥയ്ക്ക് ഭീഷണി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പുതിയ ആയുധ മത്സരത്തിനുള്ള സാധ്യതയും ഇത് പ്രകടിപ്പിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. CBS ന്യൂസിന് 60 മിനിറ്റ് നൽകിയ അഭിമുഖത്തിൽ റഷ്യയും ചൈനയും പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അവർ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നും ട്രംപ് പരാതിപ്പെട്ടു. നമ്മളൊരു സ്വതന്ത്ര സമൂഹമാണ്, അതിനാൽ നമുക്ക് സുതാര്യത വേണം, സുതാര്യത പാലിക്കണം. മറ്റ് രാജ്യങ്ങൾ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അമേരിക്ക എന്തിന് പിന്നിലാകണം? ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ആണവായുധങ്ങൾ അമേരിക്കയ്ക്കുണ്ട് എന്നാണ് ട്രംപ് സമ്മതിച്ചത് കഴിഞ്ഞ ദിവസം. ഈ ശക്തി കണക്കിലെടുത്ത് ആണവ നിരായുധീകരണത്തെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായും ഷീ ജിൻപിങ്ങുമായും അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ചർച്ച അലസിപ്പിരിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ലോകത്തെ മുഴുവൻ 180 തവണ നശിപ്പിക്കാൻ ആവശ്യമായ ആണവായുധങ്ങൾ ലോകത്തിൻ്റെ തന്നെ പക്കലുണ്ടെന്നാണ് ട്രംപ് പറഞ്ഞത്. പരീക്ഷണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരേ ഒരു രാജ്യം അമേരിക്ക മാത്രമാണെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. അതിൻ്റെ കൂടെയാണ് പാകിസ്ഥാനും ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നു എന്ന റിപ്പോർട്ട് ട്രംപ് തന്നെ പറഞ്ഞത്. എന്നാൽ ഇന്ത്യ ഇത് ഏത് തരത്തിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ വിവരങ്ങളും ലഭ്യമല്ല. ശക്തമായി ഇന്ത്യ നിരീക്ഷിക്കുന്നു എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. പാകിസ്ഥാൻ എവിടെയൊക്കെ ആണവായുധങ്ങളുണ്ട് എന്നതിൻ്റെ കംപ്ലീറ്റ് റിപ്പോർട്ട് ഇന്ത്യയുടെ കയ്യിലുണ്ട് എന്നാണ് ഇൻ്റലിജൻസ് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ്റെ ആണവ പോർമുനകൾ സൂക്ഷിച്ചിരിക്കുന്ന കിരാണ കുന്നുകളിൽ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ പതിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാടാണ് ഇനി ലോക രാജ്യങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.